ഉപവാസ പ്രാർത്ഥനാ പ്രതിഷേധവുമായി കോട്ടയത്തെ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് ഒരു കൂട്ടം വിശ്വാസികൾ. സുന്നഹദോസ് നാളെ നടക്കാനിരിക്കെയാണ് അസാധാരണ പ്രതിഷേധവുമായി വിശ്വാസികൾ രംഗത്തെത്തിയത്. കോട്ടയം ദേവലോകം ചാപ്പലിൽ മുൻ വൈദിക ശ്രേഷ്ഠരുടെ ഖബറിന് മുമ്പിലാണ് 20ഓളം വിശ്വാസികൾ ഉപവാസ പ്രാർത്ഥനാ പ്രതിഷേധം നടത്തിയത്. സഭയിൽ നടക്കുന്ന അച്ചടക്കരാഹിത്യവും കലഹങ്ങളും അവസാനിക്കാനാണ് പ്രാർത്ഥനയെന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിശ്വാസികൾ പറഞ്ഞു. സഭയിലെ രണ്ട് കക്ഷികൾ, ഒരു സഭയിലെ തന്നെ ഓർത്തഡോക്സ് യാക്കോബ 2 വർഷങ്ങളായിട്ട് നിന്ന് സഭയുടെ ഇൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സഭയുടെ എല്ലാ കാര്യങ്ങളും അധപ്പതിക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാവപ്പെട്ടുണ്ടായ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അതുപോലെ അടൂർ നിങ്ങളാണ് ഒരു മെത്രാപ്പോലീത്ത ഈ സഭയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട 3-4 പിള്ളേരുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചെന്നപ്പോഴേ അവരെ കള്ളക്കേസ് കുടിക്കാനാണ് പറയുന്നത്. അടൂരിലെ വർദ്ധിച്ചു വരും. അപ്പം നമുക്ക് ഒരു റോൾ മോഡൽസ് ഇല്ല ഇപ്പം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പണ്ട് നമ്മുടെ മാത്യൂസ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാവുന്ന ഒരു പിതാവെന്ന് പറയുന്നത് മാത്യൂസ് ദ്വിതീയനായിരുന്നു, കൊല്ലത്ത് കവറടങ്ങി. പിന്നീടുള്ള പൗലോസ്ലീഹ പാവമായിരുന്നു, വളരെ ശുദ്ധനായിരുന്നു. പക്ഷേ സഭയുടെ നിർണായക വിധി വന്നപ്പോൾ ഒരു സഭ യോജിപ്പിനുള്ള രീതിയിലേക്ക് വരത്തക്കാൻ അദ്ദേഹം ഇടയായില്ല. അദ്ദേഹത്തെ ഇടയാക്കിയില്ലെന്നാണ് സംസാരം ഇപ്പം. അപ്പം ഇതൊക്കെയാണ് നമ്മളെയൊക്കെ അലട്ടുന്ന. തിരുവല്ല ആസ്ഥാനമായ ഗുഡ് ഷെപ്പേർഡ് ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ ഫാമിലി ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസ പ്രാർത്ഥനാ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.